2020 സൂപ്പർ 8 വളരെ ഗംഭീരമായുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ലോ സ്കോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിൻ ബൗളേഴ്സ് വളരെ ആധിപത്യം പുലർത്തിയ കളികളാണ് നടന്നത്. ഇനി കുറച്ചും കൂടി ബാറ്റിംഗ് പ്രകടനങ്ങൾ കാണാൻ പറ്റും എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മളെ ഗ്രൗണ്ടുകളൊക്കെ ഒരു വിശകലനം ചെയ്താൽ കാണാൻ പറ്റുക. മാത്രമല്ല ഈ ലാസ്റ്റ് കളിയിൽ ഇപ്പം വെസ്റ്റ് ഇൻഡീസ് കളിച്ച കളിയിൽ നിക്കോളസ് പൂരൻ്റെ കളിയൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് പിന്നെ നമുക്കിപ്പം ഈ ഇതിനകത്തുള്ള സൂപ്പർ 8 ടീമുകളെ വെച്ചിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും? ഫ്യൂച്ചർ പ്രഡിക്ഷൻ കുറച്ച് ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ 2 ഗ്രൂപ്പിൽ നല്ല ശക്തമായ ടീമുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ USA മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടീമിനും ഒരു മാച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ ഉണ്ട് അവരുടെ അടുത്ത്. അത് എനിക്ക് തോന്നുന്നു ഈ പിച്ച് എത്രത്തോളം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയാലും വെസ്റ്റ് ഇൻഡീസിൽ കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ പിച്ചസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രിപ്പ് ചെയ്യും. അപ്പം എങ്ങനെയായാലും നല്ല സ്പിന്നർമാർക്ക് കുറച്ച് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ അന്നത്തെ കളിയിലും വെസ്റ്റ് ഇൻഡീസിന് സ്പിന്നേഴ്സ് നന്നായി ബോൾ ചെയ്യാൻ പറ്റിയ മോത്തിയും. അപ്പൊ അങ്ങനത്തെ അതാണ് വെസ്റ്റ് ഇൻഡീസിന് വലിയൊരു ശക്തി. അവർക്ക് ആ ഫാസ്റ്റ് ബോളർമാരും ഉണ്ട്, 6 അടിക്കാൻ പറ്റുന്ന ഒരു 6-7 ബാറ്റ്സ്മാൻ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ 2 സ്പിൻ ബോളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും നല്ല സാധ്യതയുണ്ട്. ഇന്ത്യ 4 സ്പിന്നർമാരായിട്ടാണ് പോയിട്ടുള്ളത് അവിടെ. തീർച്ചയായിട്ടും കുൽദീപ് യാദവ് സൂപ്പർ 8 കളി തുടങ്ങും. അമേരിക്കയിലത്തെ പിച്ചുകളിൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നില്ല കുൽദീപിനെ സെലക്ട് ചെയ്തിട്ട്. അത് കാരണം ആ കളികളൊന്നും കളിച്ചിട്ടില്ല. ഈ കളികളിൽ എന്തായാലും വരുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യക്ക് ജസ്പ്രീത് ബുംറ ഉണ്ട്. ബുംറ ഏത് കണ്ടീഷൻസിനും വിക്കറ്റ് എടുക്കണം ബോളറാണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ രോഹിത് ശർമ്മ ആയാലും വിരാട് കോഹ്ലി ആയാലും കുറച്ചും കൂടി പേസ് ഉള്ള ഒരു പിച്ച് വരുമ്പോൾ അവരുടെ ബാറ്റിങ്ങിനും അത് അനുകൂലമായിരിക്കും. പിന്നെ ബാക്കി ടീമുകൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും എപ്പോഴും ഒരു ഈ പ്രത്യേകിച്ച് ഈ നോക്കൗട്ട് സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവർ സൂക്ഷിക്കേണ്ട 2 ടീമുകളാണ്. ഇംഗ്ലണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാർ 2 കളി വൻ മാർജിന് ജയിച്ചിട്ട് ഇതിൽ കയറിയതാണ്. ഓസ്ട്രേലിയ പിന്നെ എപ്പോഴും സൂപ്പർ 8 എത്തണ വരെ ഒരു തണുപ്പായിട്ടാണ് വരിക. പിന്നീട് വേണ്ടപ്പോൾ അവർക്ക് എത്രയോ ട്രോഫി ജയിച്ച കളിക്കാരുണ്ട്. 5-6 കളിക്കാർ 3-4 ട്രോഫി വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളത് T20യിലും 50 ഓവേഴ്സിലായിട്ട്. അപ്പൊ അവർക്ക് ഇതൊരു പ്രശ്നമല്ല. ഇതിൽ നമുക്ക് അഫ്ഗാനിസ്ഥാൻ ഒരു ശരിക്കും മികച്ച കളി തന്നെയാണ് കളിച്ച് വരുന്നതെന്നാണ് തോന്നുന്നു. ഇപ്പം അമേരിക്ക അതുപോലെ തന്നെ. അപ്പോൾ ഈ 2 ടീമുകളാണ് നമുക്ക് പുറത്തുനിന്നുള്ള ഒരു കുറച്ച് ചെറിയ ജൂനിയർ ടീമുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആ ടീമുകളുടെ പ്രകടനം എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? അല്ല, അഫ്ഗാനിസ്ഥാൻ എത്തിയത് എനിക്ക് തീരെ ഒരു ഷോക്കായിട്ട് തോന്നിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് കളിച്ച ആ കണ്ടീഷൻസിൽ അവര് ന്യൂസിലൻഡിന്റെ നല്ല ടീമാണ് തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം പറഞ്ഞ പോലെ അവർക്ക് നല്ല സ്പിന്നർമാരുണ്ട്. അപ്പൊ കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ റഷീദ് ഖാൻ ആയാലും നൂർ അഹമ്മദ് ആയാലും ഇവർക്കൊക്കെ മുഹമ്മദ് നബി ഇവരൊക്കെ ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ വലിയൊരു വ്യത്യാസം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിൽ വന്നിട്ടില്ല. എന്താ വെച്ചാൽ മുമ്പ് അവരുടെ ബാറ്റിംഗ് വളരെ വീക്കായിരുന്നു. ഇപ്പം ഈ ഇബ്രാഹിം സദ്രാനും റഹ്മത്തുള്ള ഗുർബാസ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് ഒരുവിധം എല്ലാ നല്ല ബോളർമാരുടെ എതിരെയും കുറച്ചൊരു നല്ല സ്റ്റാർട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഇന്നിങ്സിലും. അപ്പൊ ബാക്കി പിന്നീട് 6 അടിക്കാൻ കഴിവുള്ള കുറച്ച് പയ്യന്മാരുണ്ട്. അവരൊക്കെ വരുമ്പോഴേക്കും സ്കോർ ഒരു പ്ലാറ്റ്ഫോം എത്തിക്കഴിഞ്ഞു. അപ്പൊ അത് കാരണം കുറച്ചും കൂടി ഒരു പേടിക്കേണ്ട ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മളിപ്പോൾ ഈ ഏഷ്യൻ ക്രിക്കറ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പാകിസ്ഥാൻ മികച്ച ടീമുകൾ 2 എണ്ണം, അതായത് പാകിസ്ഥാനും ശ്രീലങ്കയും. കാരണം മുമ്പ് കപ്പ് ജയിച്ചിട്ടുള്ള 2020 വേൾഡ് കപ്പ് കിട്ടിയിട്ടുള്ള 2 ടീമുകളില്ല ഈ സൂപ്പർ 8. പക്ഷെ എന്നാൽ ഒരു ഏഷ്യൻ ക്രിക്കറ്റിൻ്റെ ഒരു വലിയൊരു ഒരു പുതിയ ഉദയങ്ങൾ പലതും കാണാനും പറ്റും. കാരണം ഇപ്പം നമ്മൾ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ ടീമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിൽ ഒരു വലിയ പ്രബല ശക്തിയായിട്ട് മാറുന്നുള്ള ഉറപ്പാണ്. പിന്നെ നേപ്പാളിൻ്റെ ഒരു അടുത്തൊരു രണ്ട് കളി കഴിയുമ്പോഴേക്കും നേപ്പാളും ഇതുപോലെ അഫ്ഗാനിസ്ഥാനെ പറ്റി നമുക്ക് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ടീമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഏഷ്യൻ വംശജർ എന്നുള്ള ഇത് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം USA ടീമിൽ ഇന്ത്യൻ പാകിസ്ഥാൻ വംശജർ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഏഷ്യൻ ക്രിക്കറ്റ് എന്നുള്ള ശക്തിയെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു വലിയൊരു ഫ്യൂച്ചർ അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇത് 2 വശമുണ്ട് ഇതിന്. ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ശ്രീലങ്കയുടെയും കാര്യം ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ മോശം തന്നെയാണ്. ഇപ്പോൾ ശ്രീലങ്ക ആദ്യത്തെ
ഒരു 6 കൊല്ലം ഈ ടൂർണമെന്റ് കളിച്ചിരുന്ന സമയത്ത് 2009-ലും 12-ലും ഒരു ഫൈനലിൽ തോറ്റു. 14-ല് ഇന്ത്യയെ തോൽപ്പിച്ചിട്ട് കപ്പ് നേടി. അതിനുശേഷം ഒരു സെമിയും കൂടി എത്തിയിട്ടില്ല കഴിഞ്ഞ 10 കൊല്ലത്തില്. പാകിസ്ഥാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനലിലെത്തി. പക്ഷെ പാകിസ്ഥാന്റെ പെർഫോമൻസ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ജയിക്കാൻ പറ്റിയിട്ടേ ഇല്ല കുറച്ച് 10-15 കൊല്ലമായിട്ട്. പിന്നെ എപ്പോഴും ഈ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം ബോർഡിന്റെ പ്രസിഡന്റിനെ മാറ്റി, സെക്രട്ടറിയെ മാറ്റി, കോച്ചിനെ മാറ്റി, അങ്ങനെ ഒരു സ്ഥിരത ഇല്ലാത്തൊരു രാജ്യമാണ്. ആ പ്രശ്നങ്ങൾ ടീമിലും കാണാൻ പറ്റും നമുക്ക്, ആ സ്ഥിരത ഇല്ലാത്തത്. അപ്പോൾ അത് ഒരു വശത്ത്. മറുവശത്ത് ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ പറഞ്ഞ ഈ ഇങ്ങനെ നിർത്താത്തൊരു കയറ്റം. നേപ്പാളിന്റെ ഇപ്പൊ ഞാൻ ലോക്കൽ മാച്ചിന്റെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് കാണാൻ, അവിടുത്തെ ലോക്കൽ T20 ലീഗ് കാണാൻ 20-25 ആളൊക്കെയാ പോയി കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സ് നമുക്ക് അടുത്ത 5-10 കൊല്ലത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു തലമുറ മാറി തുടങ്ങി. ഷാക്കിബ് അൽ ഹസൻ മാത്രമേ ബാക്കിയുള്ളൂ. ഷാക്കിബ് അൽ ഹസനും മുഹമ്മദുള്ളയും മാത്രമേ ബാക്കിയുള്ളൂ പണ്ടത്തെ ഒരു തലമുറയെന്ന്. പക്ഷെ 2020-ല് അണ്ടർ-19 കപ്പ് നേടിയ ടീമിൽ നിന്ന് കുറെ പയ്യന്മാരിപ്പോ വന്നിട്ടുണ്ട്. അവരിപ്പോ അവരുടെ പ്രദർശനം നന്നാവാൻ പോണേ ഉള്ളൂ ബംഗ്ലാദേശിന്റെ. പിന്നെ നേരത്തെ ഇപ്പൊ പാകിസ്ഥാന്റെ പറഞ്ഞ പോലെ അത്ര തന്നെ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആ പ്ലെയർ ബേസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് നേപ്പാളും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അവർക്ക് നല്ല കാലാണ്. പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും അവരുടെ ഓഫ് ഫീൽഡ് കുറെ പ്രശ്നങ്ങൾ മാറാതെ കളി എങ്ങനെ നന്നാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇപ്പോഴത്തെ സൂപ്പർ 8 ഇത് വെച്ചിട്ട് കൃത്യമായിട്ടൊരു അതായത് സെമി ഫൈനൽ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു പ്രവചനത്തിലേക്ക് പോവാണ്. ഫൈനലിസ്റ്റുകൾ ആരായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റുമോ? ഇന്ത്യ ഓസ്ട്രേലിയ ഈ ഗ്രൂപ്പിൽ നിന്ന് കയറുന്ന എനിക്ക് പക്ഷെ ഒരു ചെറിയ സംശയമുണ്ട്. ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ച് കിട്ടുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയ ആയിരിക്കും ഈ ഗ്രൂപ്പ് എന്ന് കയറുക. മറ്റേ ഗ്രൂപ്പ് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക കുറച്ച് നല്ല ടീമാണ്. അവർക്ക് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആരെയും തോൽപ്പിക്കാം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും ആയിരിക്കും ആ ഗ്രൂപ്പിൽ നിന്ന് കയറുക. പിന്നീട് ഫൈനല് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1983 പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഈ IPL-ലേക്കുള്ള ഒരു സെലക്ഷൻ അങ്ങനെയും അതൊരു ബിസിനസ് ഏരിയ ആണ്. എന്നാൽ പോലും അതിനകത്ത് ആൾക്കാർ അതിലേക്ക് കണ്ടു നടത്തുന്നുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും അഫ്ഗാനിസ്ഥാൻ എനിക്ക് 1-2-3 കളിക്കാരൊക്കെ ഇങ്ങോട്ട് പിക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് ഈ പറഞ്ഞ ഹുസൈനും മോട്ടിയും വരാനുള്ള സാധ്യതയുണ്ട്. മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഒരു സാധ്യത കാണുന്നത് ആ ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ? അല്ല, ഇതിപ്പോ IPL-ന്റെ സ്കൗട്ട്സ് ഇപ്പൊ എല്ലാവരുടെയും പോയി കളി കാണുന്നുണ്ടാവും. അതാ ഈ IPL-ന് വേണ്ടി മാത്രല്ല. ഇപ്പൊ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയാലും മറ്റേ മുംബൈ ഇന്ത്യൻസ് ആയാലും ഇവർക്കൊക്കെ ബാക്കി ലീഗിലും ഇപ്പൊ ടീംസ് ഉണ്ട്. അവർക്ക് ദുബായ് ലീഗില് ടീമുണ്ട്, സൗത്ത് ആഫ്രിക്കയില് ടീമുണ്ട്, അമേരിക്കയില് ടീമുണ്ട്. അപ്പൊ ഇവിടെ വന്നില്ലെങ്കിലും ഈ കളിക്കാരെ അവിടെ കളിപ്പിക്കും. തീർച്ചയായിട്ടും ഇതിലൊരു 10-15 കളിക്കാര് അടുത്ത മേജർ ലീഗ് ക്രിക്കറ്റ് അമേരിക്കയിലത്തെ ലീഗില് ഈ എന്താ പറയാ ലോസ് ആഞ്ചലസ് നൈറ്റ് റൈഡേഴ്സിനോ അല്ലെങ്കിൽ MI ന്യൂയോർക്കിനോ ഇവർക്കൊക്കെ വേണ്ടി കളിക്കുന്നത് നമ്മൾ കാണും. എന്താ വെച്ചാൽ ആ സ്കൗട്ട്സ് എല്ലാ മാച്ചും കാണുന്നുണ്ടാവും. പിന്നെ ഈ കളിക്കാർക്ക് ആ കണ്ടീഷൻസിൽ കളിക്കാൻ പറ്റുന്ന അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരും IPL എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ IPL ഫ്രാഞ്ചൈസിൽ ബാക്കി ടീമുകളിൽ കാണും എന്തായാലും.